നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. പക്ഷെ മനഃപൂർവ്വം ദർശന ഏടത്തിയെ ജയിലിലാക്കിയെന്നൊക്കെ പറഞ്ഞ ഞാൻ അതിനോട് യോജിക്കില്ല. ഏട്ടത്തി തീരുമാനിച്ചു, അത് നടപ്പിലാക്കി. അത് ആർക്ക് വേണ്ടിയിട്ടാ? അവൾക്ക് വേണ്ടിയല്ലേ? അവൾക്ക് IPS കിട്ടാൻ. അവൾക്ക് ഒരു IPS കിട്ടാൻ പോകുന്നില്ല. അതിനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. ഈ കാണിക്കുന്നതൊക്കെ ഒരു പ്രഹസനം മാത്ര. നമ്മുടെയൊക്കെ മുൻപില് അവൾ എന്തോ വലിയ ആളാണെന്ന് കാണിക്കാനുള്ള പ്രഹസനം. ഇതാവുമ്പോ അടുക്കള കയറി ജോലി ചെയ്യാൻ ചേച്ചി പറയത്തില്ലല്ലോ. ഏത് സമയവും ഓഫീസും, അത് കഴിഞ്ഞാ പഠനവും, അടുക്കളപ്പണി നമുക്കും. അതിന്റെ ഒരു അഹങ്കാരം അവൾക്കുണ്ട്. അതിന് വളം വെച്ച് കൊടുക്കുന്നത് ഏട്ടത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്. അതിനെന്താ സംശയം? അതിനിടയിൽ അവൾക്ക് വേണ്ടി സ്തുതി പാടാൻ ഇവിടെ വേറെ ആളുകളുണ്ട്. സ്തുതി പാടുന്നത് ഞാനാണോ? എന്നെ ഉദ്ദേശിച്ചാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങൾ പറഞ്ഞതിൽ തെറ്റ് മാത്രമേ ഉള്ളൂ. ദർശൻ ഒരു ചതിപ്പെട്ടപ്പോ ഏട്ടത്തി അവളെ രക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തു. പകരം ഏട്ടത്തി അവളെ ജാമ്യത്തിലിറക്കുകയും ചെയ്തു. അതെന്തിനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാൻ ചെയ്യാം. രഞ്ജിനി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു കൂട്ടുകുടുംബാ. ഒരുമിച്ച് നിന്നാലേ ഇത് നല്ലതുപോലെ കൊണ്ടുപോകാനും പറ്റൂ. ഇല്ലെങ്കിൽ ചിതറിപ്പോവും. ഏട്ടത്തി ഈ വീടിന്റെ നെടുന്തൂണാ. അല്ലെന്ന് ആര് പറഞ്ഞു? എല്ലാരെയും ഏട്ടത്തി സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഗീതേച്ചിയെ മോളെ ഏട്ടത്തി സംരക്ഷിച്ചത്. അതിനെന്താ സംശയം? ജീവിതം തകർന്നു പോകുന്ന സ്ഥലത്ത് നിന്ന് എന്നെ പിടിച്ചു കയറ്റി കൊണ്ടുവന്നത് ഏട്ടത്തിയാ. ആ കടപ്പാടെന്നും എനിക്ക് ഏട്ടത്തിയോടുണ്ടാവും. ദർശനെ അംഗീകരിക്കാൻ നിങ്ങൾക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാ നിങ്ങളുടെ മനസ്സിലെ പ്രശ്നം. അവൾ IPS നേടുന്നതിലുള്ള കുശുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. ആദ്യം തലേന്ന് അതെടുത്ത് കളയാൻ നോക്ക്. അപ്പ വെളിച്ചം വീഴും. നിങ്ങളൊരു കാര്യം മറക്കരുത്. ദർശന ഈ വീടിന്റെ മരുമകളാ. അവൾക്ക് കിട്ടേണ്ട മര്യാദയും ബഹുമാനവും അവൾക്ക് നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. ഗിരിജയ്ക്ക് ഒരു മോളുണ്ടല്ലോ. നാളെ അവളും ഇതുപോലെ മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറേണ്ടവളാ. അപ്പോ അവരും ശ്രേയമോളോട് ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ വെറുതെ ഇരിക്കോ? പോയി പിടിച്ചിറക്കിക്കൊണ്ട് വരില്ലേ അവളെ? എന്റെ മോളെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ കല്യാണം കഴിച്ച് അയക്കില്ല. ഇതാണ് സ്വന്തം കാര്യം വരുമ്പോ എന്തും ആകാം. അവിടെ ഒരു നിയമവും ബാധകമല്ല. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ കുറ്റം മാത്രമേ കാണൂ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം നിങ്ങളുടെ ആരുടെയും തലയിൽ കയറാനും പോകുന്നില്ല. എന്തായാലും ഏടത്തേക്ക് ജാമ്യം കിട്ടി. എനിക്കത് മതി. രഞ്ജിനി, നമ്മൾ ദർശനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതേ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ വാ. വല്യമ്മ കേട്ടതൊക്കെ ശരിയാ. അതിന്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അത് സാരമില്ല. അച്ഛൻ്റെ നിന്ന് കുറച്ച് തല്ല് കിട്ടിയെങ്കിലും മനസ്സിനൊരു സമാധാനമുണ്ട്. നീ എടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല. മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് നീ അഞ്ജനയെ വിവാഹം കഴിച്ച് ചതിച്ചില്ലല്ലോ. ആ സമയത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് നീ എന്നോട് സത്യം തുറന്നു പറഞ്ഞല്ലോ. അത് നിന്റെ മനസ്സിന്റെ നന്മയാണ്. ഇഷ്ടമില്ലാതെ നീ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം നരകതുല്യമായേനെ. ഏട്ടത്തി ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാ എല്ലാത്തിനും കാരണം. ഇവൻ അഞ്ജനയെ കല്യാണം കഴിച്ച എന്തായിരുന്നു കുഴപ്പം? വാക്ക് പറഞ്ഞ ഞങ്ങൾ ആരായി? അച്ഛനും അമ്മയ്ക്കും അവർക്ക് കൊടുത്ത വാക്കാ വലുത്. പക്ഷേ എനിക്കിതെന്റെ ജീവിതമാ. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം അനുസരിച്ചല്ല എന്റെ ലൈഫ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാ. അപ്പോ അച്ഛനും അമ്മയ്ക്ക് ഒരു സ്ഥാനമില്ലേ? ഞങ്ങളുടെ വാക്കിന് ഒരു വിലയുമില്ലേ? നിന്നെ അടിച്ച് ശരിയാക്കാ വേണ്ടത്. നീ ഒന്നും മിണ്ടാതിരിക്കെ. അവൻ പറയട്ടെ. എല്ലാവരുടെയും വാക്കിന് വിലയുണ്ട്. അച്ഛനും അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്വന്തമായ ചില ഇഷ്ടങ്ങളുണ്ട്. അഞ്ജനെ എന്റെ ഭാര്യയായി കാണാൻ ഈ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കഴിയില്ല. എനിക്കിഷ്ടമില്ലാതെ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ
അവളുടെ ജീവിതം പോവും, എന്റെ ജീവിതം പോവും. അതിനേക്കാൾ നല്ലത് സത്യം തുറന്നു പറയുന്നതാണെന്ന് എനിക്ക് തോന്നി. രഞ്ജിനി, നീ അവനെ കുറ്റപ്പെടുത്തണ്ട. അവൻ പറഞ്ഞതാ ശരി. ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത കുട്ടിയെ അഞ്ജന. ആ കുട്ടിയുടെ വിഷമം കരഞ്ഞു തീർക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റില്ല. നമ്മുടെ കൺമുൻപിൽ ആ കുട്ടിയുടെ ജീവിതം നാളെ ഒരു ദുരന്തമായി മാറിയാൽ ആര് സമാധാനം പറയും? നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ പറ്റും? ഒരു വാക്കിന്റെ പേരിൽ കല്യാണം നടത്താൻ തീരുമാനിച്ച നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതോ അച്ഛനും അമ്മയും വാക്കു പറഞ്ഞതിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ഇവനെയോ? ആരെ കുറ്റം പറഞ്ഞാലും ഏറ്റവും ഒടുവിൽ നഷ്ടം ആ കുട്ടിക്ക് മാത്രമായിരിക്കും. എന്റെ ഏട്ടത്തി, ഇവൻ എന്ന് ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താ തെറ്റാണോ? കേട്ടില്ലേ വല്യമ്മേ? അച്ഛന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ജീവിക്കേണ്ടത്? എനിക്ക് എന്റേതായ ആഗ്രഹങ്ങളില്ലേ, സ്വപ്നങ്ങളില്ലേ? മക്കളെ വളർത്തുന്നത് കൂട്ടിലടച്ചിടാൻ വേണ്ടിയാണോ? ഈ ലോകം വളരെ വിശാലമാ. അച്ഛനും അമ്മയ്ക്കും അത് ഇനിയും മനസ്സിലായിട്ടില്ല. നിഖിലേ, രഞ്ജിനി, നീ വിഷമിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ഇവന് ചേർന്ന ഒരു പെൺകുട്ടിയെ തന്നെ നിനക്ക് മരുമകളായി കിട്ടും. അഞ്ജനയ്ക്ക് നല്ലൊരു പയ്യനെയും കിട്ടും. എന്തായാലും നീ ഇത് തുറന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് നീയും രക്ഷപ്പെട്ടു, അഞ്ജനയും രക്ഷപ്പെട്ടു. കഴിഞ്ഞതൊക്കെ മറന്നേക്കുക. അവന്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കട്ടെ. അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് വിടാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്കും ചില തീരുമാനങ്ങളുണ്ട്. അത് ഇവൻ അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിലേ ഇവനെ കൊണ്ട് ഞങ്ങൾ അത് അനുസരിപ്പിക്കും. രഞ്ജിനി, കേട്ടില്ലേ വല്യമ്മേ? നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. യതിയോട് ഞാൻ പറഞ്ഞോളാം. അതെ, ആരാ നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി? ഈശ്വര, ഇപ്പൊ വല്യമ്മയോട് ഇത് പറഞ്ഞാ ആകെ കുഴപ്പമാവും. തൽക്കാലം ശ്രേയാണെന്ന് ആരും അറിയണ്ട. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ സമയമാകുമ്പോ ഞാനത് വല്യമ്മയോട് പറയാം. അന്നേരം വല്യമ്മ അനുഗ്രഹിക്കണം. എന്റെ കൂടെ നിന്ന് വല്യമ്മ നടത്തി തരണം. നടത്തിത്തരാവുന്ന വല്യമ്മ എനിക്ക് വാക്ക് തരണം. നീ വിഷമിക്കണ്ട. ആരെതിർത്താലും വല്യമ്മ നിന്റെ കൂടെ നിൽക്കും. ശരി, ധൈര്യമായിട്ടിരിക്കെ. നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? അവന്മാര് കുറ്റം ഏറ്റില്ലേ? അവന്മാര് കുറ്റമേറ്റതൊന്നും ദർശന വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവന്മാരുടെ പിന്നിൽ ആരാണെന്നാണ് ഇപ്പൊ ദർശന അന്വേഷിക്കുന്നത്. ആ എസ്.ഐ. കരുണൻ എല്ലാത്തിനും അവളുടെ പക്ഷത്ത് കൂടെയുണ്ട്. കാര്യം നമ്മൾ അവർക്ക് എത്ര പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ചിലർക്കൊന്നും താങ്ങാൻ പറ്റില്ല. അങ്ങനെ അവന്മാരെന്തെങ്കിലും പറഞ്ഞു പോയാ പോലീസ് നേരെ കയറി വരുന്നത് ഇങ്ങോട്ടായിരിക്കും. അതിനും കൂടി ചേർത്തിട്ടുള്ള പണം അവന്മാർക്ക് കൊടുത്തിട്ടില്ലേ? പണം വാങ്ങിയിട്ട് അവന്മാര് വിശ്വാസവഞ്ചന കാണിക്കില്ല. നീ വിചാരിക്കുന്നത് പോലെ അല്ല ഗിരിച്ച കാര്യങ്ങള്. സാമുവൽ സാറിനെ പോലെ പോലീസിലുള്ള ചിലർ നമ്മുടെ കൂടെ നിൽക്കുന്നെന്ന് കരുതി എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ചില വൃത്തികെട്ടവന്മാർ കാശും വാങ്ങില്ല, അവരെ സ്വാധീനിക്കാനും പറ്റില്ല. സത്യം തെളിയിച്ച് അടങ്ങൂ എന്ന വാശിയായിരിക്കും അങ്ങനെയുള്ളവർക്ക്. ഈ എസ്.ഐ. കരുണൻ അങ്ങനെ ഒരുത്തന.